കാട്ടകാമ്പാൽ പൂരം. കാളിദാരികവധം ചിട്ടയോടെ വർഷം തോറും നടന്നുവരുന്ന ചരിത്ര പ്രസിദ്ധമായ പൂരം. യുദ്ധത്തിനെത്തുന്ന കാളിയും ദാരികന്മാരും തേരിലേറി പോരാടുന്നതിൻ്റെ അപൂർവ കാഴ്ചകളൊരുക്കുന്ന പൂരമാണ്. ആളുകളെ ഉറപ്പിച്ച് കാളി യുദ്ധക്കളത്തിൽ പ്രവേശിച്ചാൽ കാട്ടകാമ്പാൽ കാളി തേരിലേറും, ഒപ്പം ദാരികന്മാരും. തേരിലേറിയാണ് പിന്നെ പൂരത്തിലെ കാളിദാരികന്മാരുടെ പോരാട്ടം. പൂരത്തിനെത്തിയ പുരുഷാരത്തിൻ്റെ മുകളിലൂടെ തേരിലേറിയ കാളിയും ദാരികന്മാരും പൂരപ്പറമ്പ് വലം വയ്ക്കുന്ന കാഴ്ച ഇഷ്ടപ്പെടാത്തവർ ആരുമുണ്ടാവില്ല. യുദ്ധത്തിനെത്തിയ ആനപ്പടയുടെയും കാലാൽ പടയുടെയും ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് കാളിയും ദാരികന്മാരും തേരിലേറി ഇങ്ങനെ വലം വയ്ക്കുന്നത്. ആദ്യമായി കാണുന്ന ഒരാളിൽ ഉദ്വേഗവും കൗതുകവും ഒരുപോലെ ജനിപ്പിക്കുന്ന ഈ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ചയാണ്. കാട്ടകാമ്പാൽ പൂരത്തിനെ കാളിദാരികവധത്തിൽ അത്രമേൽ വിശേഷപ്പെട്ട ഒന്നാണ് തേര്. ആ തേര് നിർമ്മാണത്തിൻ്റെ ചിട്ടവട്ടങ്ങളുടെയും ഒരുക്കത്തിൻ്റെയും കഥയുമായാണ് ഇക്കുറി ഇൻ ക്രിയേഷൻസിൻ്റെ സ്റ്റോറി സീരീസ് വരുന്നത്. തേരിൻ്റെ കഥ. പൂരത്തിൻ്റെ തലേ ദിവസം മുതൽ 2 മണി മുതൽ ഞങ്ങൾ തേരിൻ്റെ പണി തുടങ്ങും. തേരിനുള്ള മരം മുരുക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ പാല അല്ലെങ്കിൽ ആല്, ഈ മരങ്ങൾ അതിന് ഉപയോഗിക്കാറുള്ളൂ. അത് പച്ച മരം വേണം. അങ്ങനെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ തേര് ഞങ്ങൾ 7 മണിയോട് പോയിട്ട് തൽക്കാലം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നിർത്തും. പിന്നെ പിറ്റുന്ന രാവിലെ, പൂരത്തിൻ്റെ രാവിലെയാണ് തട്ടിക്കൂട്ടാൻ പാടുള്ളൂ. അത് ഞങ്ങൾ ഇതുമാതിരി എല്ലാവരും വന്ന് തേര് ശരിക്കും തട്ടിക്കൂട്ടി പണി കഴിഞ്ഞാൽ ഇത് നടക്കിൽ കൊടുന്ന് നിൽക്കും. മരങ്ങളൊക്കെ നടക്കിൽ കൊടുന്ന് നിൽക്കും. നടക്കിൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വത്തിൽ നിന്ന് നെല്ല്, അരി, വിളക്ക് സാധനമൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ആ തേരെ ഏൽപ്പിക്കുക ചെയ്യുക. അങ്ങനെയാണ് തേരിൻ്റെ ശരിയായുള്ള ഐതിഹ്യം. ഞങ്ങളുടെ തറവാട്ടിൽ 2 തറവാട്ടുകാരും ഉണ്ടായിരുന്നു. നടുവിൽപ്പാട്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ തറവാട്ടിൻ്റെ പേര്. പിന്നൊന്ന് പടിഞ്ഞാറപ്പാട്ട്. നടുവിൽപ്പാട്ടേർ കാലിൻ്റെ തേരുണ്ടാക്കുന്ന ആൾ. പടിഞ്ഞാറപ്പാട്ട് ദാരിയൻ്റെ തേര്. അങ്ങനെയാണ് ഇന്നേ വരെ നടന്നു പോന്നിരിക്കുന്നത്. ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല. മെയിൻ തേര് ഒന്ന്, അതുമാതിരി ഒടദാരി എന്ന് പറയും. അതാണ് ദാരിയൻ്റെ തേരിൻ്റെ പേരുള്ളത്. അപ്പോൾ 2 ഇല്ലേ. പിന്നുള്ളത് സാധാ വഴിപാട് ദാരി എന്ന് പറയും. അത് മാക്സിമം കൊല്ലം 3 ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടാക്കി ഞങ്ങൾ പോന്നിരിക്കുന്നത്. ഈ മരം മാത്രമാണ് വേറെ എന്തൊക്കെ ഉപയോഗിക്കും? വേറെ കഴുങ്ക് വേണം, മുള വേണം. കഴുങ്ക് മുള വേറെ വേറെ മരുന്നില്ല. കാളുടെ നീളം കണക്ക് 2.5 കോല് പുറം, 1 കോല് ഇങ്ങനെ പുറം, കാലുയരം അടി മുതൽ മോള് വരെ 1 കോല്. അതേ കണക്കന്നെ ആ കണക്ക്. കുട്ടിദാരിയന്മാർക്ക് കണക്ക് അങ്ങനെയല്ല കേട്ടോ. ചെറിയ ദാരിയൻ 1 കോലും 16 വരലും പുറം, വെറും 16 വരലും കൊണ്ട് പുറം. അങ്ങനെയാണ് വരിക. പിന്നെ ദിവസം പോലും ശരിക്കും എടുക്കേണ്ടതാണ്, നിയമപ്രകാരം ചെയ്യേണ്ടതാണ്. തേരുണ്ടാക്കി കഴിഞ്ഞാൽ ദേവസ്ഥ ആൾ വരും. പറഞ്ഞില്ലേ, വിളക്കും അരിനെല്ലൊക്കെ ആയിട്ട് അതായിട്ട് കൊടുന്ന് വെക്കും, ഇവിടെ കൊടുന്ന് വെക്കും. എന്നിട്ട് നമ്മൾ ദേവസ്വത്തിനാണ് ഏൽപ്പിക്കുന്നത്. അതായത് തേരും ചെറിയ ഉടതാരിൻ്റെ തേരും. 2 പേരും തേങ്ങ ഉടക്കും. തേങ്ങ കിട്ടുമ്പോൾ അറിയാതെ നാളെ കാലത്ത് വന്നാലേ കാളിയിലും ദാരിയിലും ഒക്കെ തേര് പണ്ടുണ്ടാവും. കാലപ്പഴക്കങ്ങളായിട്ട് നമ്മുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് തുറന്ന തേരിൻ്റെ കളി. ഇപ്പം ഞാനായിട്ട് ശരിക്കും പറയാച്ചാൽ 62 കൊല്ലം കഴിഞ്ഞു. അതിന് മുന്നേ ഉണ്ടാക്കുന്നുണ്ട് 62. എൻ്റെ കാര്യം അല്ല, അച്ഛൻ്റെ അച്ഛനായിട്ടുണ്ട്. ഞാനായിട്ട് 62 കൊല്ലം. ദേശത്തെ ആശാരിമാർക്കുള്ള അവകാശമാണ് തേര് നിർമ്മാണം. തലമുറകളായി കൈമാറി ലഭിച്ച ഈ പൈതൃക അവകാശം ഏറെ അഭിമാനത്തോടെ നിർവഹിക്കുന്നവരാണ് അവർ. 7 ദിവസത്തെ നോമ്പ് നോറ്റാണ് തട്ടകത്തെ ആശാരിമാർ തേര് നിർമ്മാണത്തിന് ഒരുങ്ങുക. തട്ടകത്തെ ആശാരി കുടുംബങ്ങളായ നടുവിൽപ്പാട്ട്, പടിഞ്ഞാറേപ്പാട്ട് തറവാട്ടുകാരാണ് പൂരത്തിനായുള്ള തേരുകൾ ഒരുക്കുക. കാളിയുടെ തേര് നടുവിൽപ്പാട്ടുകാരും ദാരികൻ്റെ തേര് പടിഞ്ഞാറേപ്പാട്ടുകാരുമാണ് നിർമ്മിക്കുക. നീര് വറ്റാത്ത മരങ്ങളാണ് തേര് നിർമ്മാണത്തിന് പൊതുവെ ഉപയോഗിക്കുക. മുരുക്കും
പേരാലുമൊക്കെ ഉപയോഗിച്ചാണ് തേര് നിർമ്മിക്കുന്നത്. പൂരത്തലേന്ന് തന്നെ തേര് നിർമ്മാണം തുടങ്ങും. ഉച്ച കഴിയുന്നതോടെ നോമ്പ് നോറ്റ് ആശാരി കുടുംബാംഗങ്ങൾ അമ്പലമുറ്റത്തെത്തും. തലമുറകളായി തങ്ങൾക്ക് ലഭിച്ച അവകാശം അഭിമാനത്തോടെ നിറവേറ്റി കാട്ടക്കാമ്പാൽ അമ്മയുടെ അനുഗ്രഹം നേടാൻ പ്രായഭേദമില്ലാതെ അവരെത്തും. തലേ ദിവസം മരങ്ങളെല്ലാം ചെത്തി വൃത്തിയാക്കി തേരിനുള്ള അലകുകളും അഴികളും പടികളും കാലുമൊക്കെ നിർമ്മിക്കും. മുത്തശ്ശന്മാരും മക്കളും ചെറുമക്കളുമൊക്കെ ചേർന്നുള്ള തേര് നിർമ്മാണം പ്രവർത്തന കൂട്ടായ്മയുടെ തനത് കാഴ്ചയാണ്. കാരണവന്മാർ അളന്നു മുറിച്ച് കൊടുക്കുന്ന മരങ്ങൾ ചെറുപ്പക്കാരെല്ലാം ചേർന്ന് ഉരുപ്പിടികളാക്കും. പഴയകാല അനുഭവങ്ങളും തമാശകളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് നടത്തുന്ന തേര് നിർമ്മാണം കാണുന്നത് തന്നെ നല്ല ഒരു അനുഭവമാണ്. അന്ന് വൈകിട്ടോടെ തേര് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ നിർമ്മിച്ചു കഴിയും. പിറ്റേ ദിവസം പൂരദിനത്തിൽ ഇവയെല്ലാം കൂട്ടിയോജിപ്പിച്ച് തേരുകൾ നിർമ്മിക്കും. പൂരദിനം രാവിലെ 6 മണിയോടെ വീണ്ടും എല്ലാവരും അമ്പലമുറ്റത്തെത്തും. പിന്നെ ഒരു ആവേശമാണ്. കാരണവർമാരും യുവാക്കളുമൊക്കെ പണിയിൽ മുഴുകും. തട്ടകത്തമ്മയ്ക്ക് യുദ്ധം ചെയ്യാനായി തേരുകൾ ഒരുക്കുന്നതിന് ലഭിച്ച പൈതൃക അവകാശത്തിൻ്റെ അഭിമാനത്തിൽ അവർ നിറയും. നാട്ടിലില്ലാത്തവർ പോലും ഈ ദിവസം അമ്മയുടെ സന്നിധിയിലെത്തി തേര് നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ കൊതിക്കും. കാളി കെട്ടുന്ന മണികണ്ഠക്കുറുപ്പും ദാരിക വേഷം കെട്ടുന്ന ജയശങ്കർ കുറുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാനെത്തും. തേര് നിർമ്മാണം കഴിഞ്ഞാൽ തേരുകൾ ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ്. നടുവിൽപ്പാട്ടെ കാരണവരായ കേശവനാശാരി കാളിയുടെ തേരും പടിഞ്ഞാറേപ്പാട്ടെ കാരണവരായ ശങ്കുണ്ണി ആശാരി ദാരികന്റെ തേരും സമർപ്പിക്കും. സമർപ്പിക്കുമ്പോൾ ദേവിയുടെ മുന്നിൽ തൊഴുത് ഉളി കൊണ്ട് നാളികേരം ഉടച്ച് ലക്ഷണം നോക്കും. ലക്ഷണം നന്നായാൽ പൂരം ഗംഭീരമാകുമെന്നാണ് വിശ്വാസം. തേരുകൾ ക്ഷേത്ര തിരുനടയിൽ വെച്ച് ദേവിക്ക് സമർപ്പിക്കും. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് തേരുകൾ ഏറ്റുവാങ്ങും. അവകാശപണമായി ഒരു നാണയവും ഒരു ഇടങ്ങഴി നെല്ലും പ്രസിഡന്റ് കാരണവന്മാരെ ഏൽപ്പിക്കും. ഏറ്റുവാങ്ങിയ നാണയം തൊഴുകൈയോടെ തിരികെ ദേവിക്ക് തന്നെ വഴിപാടായി നൽകും. ലഭിച്ച ഇടങ്ങഴി നെല്ലും ഉളിയാൽ അടർത്തിയ നാളികേരക്കൊത്തും എല്ലാവരും ചേർന്ന് പങ്കുവയ്ക്കും. തേര് നിർമ്മാണത്തിന് പ്രതിഫലമായി ദേവി നൽകിയ ഏതാനും നെൽമണികൾ ദേവിയുടെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അവ കൈക്കൊമ്പിളിലാക്കി ആശാരി കുടുംബാംഗങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് സംതൃപ്തിയോടെ മടങ്ങും.
തേര് ദേശത്തെ ആശാരിമാരിൽ നിന്നും തേരേറ്റുന്ന നായന്മാർ ഏറ്റെടുക്കും. തേരുകൾ എടുക്കുന്നതിന് അവകാശപ്പെട്ട ദേശത്തെ നായന്മാർ തേര് ക്ഷേത്രനടയിൽ നിന്ന് പൂരപ്പറമ്പിലെ ആൽത്തണലിൽ എത്തിക്കും. പൂരത്തിൻ്റെ പ്രധാന ഒരു ചടങ്ങാണ് കാളി ദാരികൻ കെട്ടുക എന്നുള്ളത്. കാളി കെട്ടുക എന്നാണ് പറയുക. അത് യുദ്ധഭൂമി ആയിട്ടുള്ള സങ്കല്പമാണ് പൂരപ്പറമ്പ്. അപ്പോൾ അതിന് ചതുരംഗപ്പടയാണ് പൂരപ്പറമ്പ്. ആനുണ്ട്, ആനപ്പടമുണ്ട്, തേര്, കുതിര, കാലാൾപ്പട. അപ്പോൾ അതിൽ തേരിൻ്റെ നിർമ്മാണമാണ് നടന്നത്. 2 പടിഞ്ഞാറപ്പാട്ടി നടുവിൽപ്പാട്ടി ആശാരിമാർ ആണ് അതിൻ്റെ അവകാശികൾ. അവർ തേര് നിർമ്മിച്ചു. അതിനുശേഷം അത് വരിഞ്ഞ് കെട്ടുക എന്നുള്ള ദേശത്തെ നായന്മാരാണ്. അതിനുശേഷം കാളിയും ദാരികനെ എടുക്കലും അവരിനെ. അപ്പോൾ തേര് വരിയലാണ് പറയുക. തേര് വരികയെന്നാണ്. തേരൊരുക്കി അതിനുശേഷം അവിടെ വെച്ച് പിന്നെ വൈകുന്നേരം സാധാരണ പോലെ കൂട്ടി എഴുന്നള്ളിപ്പ്, ഭഗവതി എഴുന്നള്ളിപ്പ്, അതിനുശേഷം കാളിയും ദാരികനും വരും. പിന്നെ അതിനുശേഷം ബാക്കി അതിനുശേഷം മറ്റു ചടങ്ങുകൾ. അതാണ് ആ ആലിൻ്റെ തണലിൽ വെച്ച് അവർ കയറുപയോഗിച്ച് തേര് വരിഞ്ഞു മുറുക്കും. അഴികളും അലകുകളും വരിഞ്ഞ് മുറുക്കിക്കെട്ടി ബലം ഉറപ്പാക്കും. കാളിദാരിക വേഷം കെട്ടുന്ന കുറുപ്പന്മാരും അവിടെ എത്തി തേര് വരിഞ്ഞു മുറുക്കുന്നത് കാണും. എല്ലാ തേരും വരിഞ്ഞു മുറുക്കാൻ അവകാശപ്പെട്ട നായർ കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ എത്തും. തേര് വരിഞ്ഞു മുറുക്കി കഴിഞ്ഞാൽ തേരുകൾ തോളിലെടുത്ത് നായന്മാർ പൂരപ്പറമ്പിൽ തേരുകൾ നിരത്തും. പിന്നീട് പൂരസമയത്ത് അവരുടെ തോളിലെ തേരിലേറിയാണ് പെരുമയേറിയ കാളിദാരിക പോരാട്ടം നടക്കുക.